നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വന്തം. അങ്ങനെ ഈ സീസണിൽ ISL അവസാനിച്ചിരിക്കുന്നു. കിരീടം മുംബൈ സിറ്റി FC സ്വന്തമാക്കിയിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശകൾ സമ്മാനിച്ച ഒരു സീസണാണ് കടന്നുപോയിരുന്നത്. വലിയ പ്രതീക്ഷകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം ഘട്ടത്തിൽ കാലിട്ടിരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരം ദിമിത്രിയോസ് ഡയമൻഡോസ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്നു. അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സീസൺ അവസാനിച്ചു, അക്കാര്യം ഫൈനലൈസ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് ലഭിക്കുന്നതോടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുതിയ ചരിത്രം അവിടെ കുറിക്കപ്പെടുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം ISL ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും 13 ഗോളുകളാണ് ദിമി ഈ ഒരു സീസണിൽ നേടിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആരും ISL ഗോൾ അടിച്ചിട്ടില്ല. 17 കളികളിൽ നിന്ന് അദ്ദേഹം 13 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്നു. ഒപ്പം തന്നെയുണ്ട് റോയ് കൃഷ്ണ, പക്ഷെ അദ്ദേഹം 25 കളികളിൽ നിന്നാണ് 13 ഗോളുകൾ നേടിയിട്ടുള്ളത്. ഏതായാലും ദിമിത്രിയോസ് ഡയമൻഡോസിന് ഗോൾഡൻ ബൂട്ട്. ഇന്ന് കമിൻസ് ഗോൾ അടിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ 12 ഗോളുകളായിട്ടുണ്ട്. ഡിയേഗോ മൗറീസിയോ 11 ഗോളുകൾ, അതുപോലെ നോഹ് സദോയ്, അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്കാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ. അദ്ദേഹം ഗോവയ്ക്ക് വേണ്ടി 11 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ദിമിത്രിയോസ് ഡയമൻഡോസ് ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം ISL ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുകയാണ്. ഇനി ആരാധകരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നത് ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദിമി ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ്. ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്ന് മാർക്കസ് മർഹുലാവ് കഴിഞ്ഞ ദിവസവും സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. ഈ ഗോൾഡ് മെഷീനെ കൈവിട്ട് കളയല്ലേ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അധികൃതരോട് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.